അന്തു എന്താണ് പാലക്കാട്ടെ ഇരുമുന്നണികളുടെയും പ്രതീക്ഷകൾ? ഒപ്പം ബിജെപിയും എത്രമാത്രം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്? അജിംസ്, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം തീർത്തും പ്രവചനാതീതമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ഈ പാലക്കാട് മണ്ഡലം ഇടത് കോട്ടയായി തുടർന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇത്തവണ അത് ഇടതുപക്ഷം തന്നെ തിരിച്ചു പിടിക്കുമോ, അല്ലെങ്കിൽ വി.കെ. ശ്രീകണ്ഠൻ തന്നെ ഈ മണ്ഡലത്തിൽ തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ LDF വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പങ്കുവച്ചിരുന്നു. അവർ പറയുന്നത് ഒരു 1,00,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ A. വിജയരാഘവൻ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ UDFും സമാനമായ ഒരു ആത്മവിശ്വാസത്തിലാണ്. വി.കെ. ശ്രീകണ്ഠനോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ തവണ 11,000ന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ 4 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ പോളിംഗ് ശതമാനങ്ങൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് UDFന് അത്ര ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിരിക്കില്ല. പ്രധാനമായും ഈ പാലക്കാട് മണ്ഡലത്തിൽ, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പട്ടാമ്പി, മണ്ണാർക്കാട്, ഒപ്പം തന്നെ പാലക്കാട് മണ്ഡലങ്ങളാണ് UDFനെ പിന്തുണയ്ക്കുന്ന മണ്ഡലങ്ങൾ. താരതമ്യേന ഈ 3 മണ്ഡലങ്ങളിൽ തന്നെയാണ് പോളിംഗ് ശതമാനം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 4 മണ്ഡലങ്ങൾ LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടെ പോളിംഗ് ശതമാനം കൂടുതലുമാണ്. 2019 സമാനമായി 2019 നിന്നും വ്യത്യസ്തമായി ഇത്തവണ പോളിംഗ് ശതമാനം പൊതുവെ പാലക്കാട് കുറവാണ്. ഏതാണ്ട് 73% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൂ. ഈ പാലക്കാടിന്റെ ഒരു ട്രെൻഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ 2019 ഒപ്പം തന്നെ 2014 ഈ സമാനമായി പോളിംഗ് ശതമാനം കുറവായിരുന്നു. അപ്പോഴൊക്കെ അത് LDFനാണ് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ മണ്ണാർക്കാട്ടെ ഒരു വോട്ട് ആർക്ക് പോകുന്നു എന്നുള്ളതും ഈ ഫലത്തിൽ വലിയൊരു അട്ടിമറി ഉണ്ടാക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ വി.കെ. ശ്രീകണ്ഠന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചത് മണ്ണാർക്കാട്ടെ വോട്ടാണ്. 29,000 വോട്ടാണ് വി.കെ. ശ്രീകണ്ഠന് മണ്ണാർക്കാട് നിന്ന് മാത്രം ലഭിച്ചത്. പക്ഷേ LDF പറയുന്ന ഒരു കാര്യം, അന്ന് അവിടെ അവർക്ക് P.K. ശശിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു തിരിച്ചടി മണ്ണാർക്കാട് നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ്. ഇത്തവണ P.K. ശശിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു. അദ്ദേഹത്തിന് തന്നെയാണ് മണ്ണാർക്കാട് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പൂർണ്ണ ചുമതലയും നൽകിയിട്ടുള്ളത്. ശക്തമായ ഒരു പ്രചരണ പരിപാടികൾ മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് LDF നടത്തുകയും ചെയ്തിട്ടുണ്ട്. UDFും സമാനമായി മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നിയമസഭയിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചതും UDFന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും മണ്ണാർക്കാട് നിന്നുമാണ്. അവിടെ ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു നിന്നത്. ഏതാണ്ട് 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ UDFന് പിന്തുണയാകുമെന്നുള്ള വിശ്വാസമാണ് UDF ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നത്. അപ്പം P.K. ശശി പ്രചരണത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതുകൊണ്ട് തങ്ങൾക്ക് അത് അനുകൂലമായി വരുമെന്നുള്ളൊരു വിലയിരുത്തൽ LDFും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മണ്ണാർക്കാട് വോട്ടിന്റെ ഒരു പശ്ചാത്തലം, മണ്ണാർക്കാട് വോട്ട് ആർക്ക് അനുകൂലമാകുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ വലിയൊരു അട്ടിമറി ഉണ്ടാക്കുമെന്നുള്ളത് പ്രധാനമായും എടുത്തുകാട്ടേണ്ട ഒരു കാര്യമാണ്. ഒപ്പം പാലക്കാടും പട്ടാമ്പിയും UDFന് അനുകൂലമാണെന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി. ഇവിടെ 2 ഇടങ്ങളിലും താരതമ്യേന വലിയ തോതിലുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വി.കെ. ശ്രീകണ്ഠൻ ഉൾപ്പെടെ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ ഈ ഒരു ഫലം വരുന്ന സമയത്ത് 7 മണ്ഡലങ്ങളിലും ഒരേ സമയമായിരിക്കും വോട്ട് എണ്ണി തുടങ്ങുക എന്നുള്ളതാണ് അറിയുന്നത്. 7 മണ്ഡലങ്ങൾക്കും 14 ടേബിളുകൾ വീതമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരേ സമയം 14 സ്ഥലങ്ങളിലെ വോട്ട് എണ്ണി തുടങ്ങും. അപ്പോൾ ആദ്യം പട്ടാമ്പിയിലെ വോട്ടായിരിക്കും അറിയാൻ സാധിക്കുക. പട്ടാമ്പിയായിരിക്കും ഏറ്റവും ആദ്യം എണ്ണിത്തീരുക. ഒപ്പം മലമ്പുഴയാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകൾ ഉള്ളത്. മലമ്പുഴയായിരിക്കും ഏറ്റവും അവസാനം എണ്ണിത്തീരുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഈ പാലക്കാടിന്റെ ഒരു ട്രെൻഡ് എങ്ങോട്ടായിരിക്കും എന്നുള്ളത് അറിയാൻ സാധിക്കും. ശരി, ടി നന്ദഗോപാലാണ് പാലക്കാട്ടെ പൾസ് നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.